ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുന്നവന് പ്രത്യേകത, നിറവുള്ളവൻ സന്തോഷിക്കും. നിറവുള്ളവൻ നെഗറ്റീവ് പറയുകയില്ല. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയും. നാളെക്കുറിച്ച് വ്യാകുലപ്പെടുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 1-8 പ്രകാരം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന്. ശക്തി ലഭിക്കാതെ സാക്ഷിയാകുവാൻ സാധിക്കുകയില്ല. സ്വന്തം ശക്തിയാൽ യാതൊന്നു ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തി 2-1 വായിക്കുമ്പോൾ അവിടെ പെന്തക്കോസ്ത് മാളിക മുറിയിൽ കാത്തിരുന്ന ജനം പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ചു. പത്രോസ് ധൈര്യമായി കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 3 വായിക്കുമ്പോൾ ജന്മന മുടന്തനായ മനുഷ്യനെ നോക്കി വിശ്വാസത്തോടുകൂടെ പത്രോസ് യോഹന്നാനും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ പൊന്നോ ഒന്നുമില്ല. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. യെരുശലേമിലായിരുന്നു പെന്തക്കോസ്തിൻ്റെ മാളിക മുറി. യെരുശലേം അപമാനിക്കപ്പെട്ട സ്ഥലം. യേശുക്രിസ്തുവിനെ യെരുശലേമിൽ അപമാനിച്ചു, ക്രൂശിച്ചു ചുമപ്പിച്ചു. എവിടെയാണോ നാണം കെടുത്തിയത് അവിടെ ദൈവസഭ ഉണരും. അവിടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. എവിടെയാണോ അപമാനിക്കപ്പെട്ടത് അവിടെ വചനശ്രവ്യം താങ്കളെ മാനിക്കും. അപമാനിക്കപ്പെട്ട കാലം നാം മറക്കും, എന്നാൽ ദൈവം മറക്കുകയില്ല. എവിടെ തല താഴ്ത്തിയോ അവിടെ തല ഉയർത്തും. കാത്തിരിക്കുന്നവർ നിരാശപ്പെടുകയില്ല. മാളിക മുറിയുടെ പ്രത്യേകത, 120 പേരും കാത്തിരുന്നു. 120 മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി. പാരമ്പര്യമുള്ളവർക്ക് ആദ്യം പരിശുദ്ധാത്മാവ് വരട്ടെ എന്നല്ല, സീനിയാരിറ്റി അനുസരിച്ചല്ല. 120 മേലും പിളർന്നാവിൻ്റെ അഗ്നി പ്രത്യക്ഷമായി. കൊടിയ മുഴക്കമുണ്ടായി. കാറ്റടിച്ചു. കാറ്റ് ശരീരത്തിൽ പതിച്ചു. അവർ എല്ലാവരും ശബ്ദം കേട്ടു. അഗ്നി കണ്ടു. പെന്തക്കോസ്ത് മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന കൂട്ടം അനുഭവങ്ങളുടെ കൂട്ടമാണ്. അനുഭവമുള്ളവരുടെ കൂട്ടമാണ്. ഭക്തനായ ദാവീദ് ദൈവത്തെ രുചിച്ച് അനുഭവിച്ച ഭക്തനാണ്. അതിനാൽ പെട്ടകത്തിന് മുൻപിൽ ഭക്തനായ ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. അനുഭവമില്ലാത്ത മീകൾ പിറുപിറുത്തു. പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ച തലമുറയെ ഉപദേശിക്കേണ്ടി വരത്തില്ല. നിറവുള്ളവനെ കണ്ട് ലോകം വിളിച്ചു പറഞ്ഞത്, ഇത് 3 മണി നേരമല്ലേ എന്ന്. ഇവർ ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരെ ലോകം തിരിച്ചറിയുകയില്ല. ദർശനം മങ്ങിപ്പോയ ഏലി പുരോഹിതന് പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ച ഹന്നയുടെ പ്രാർത്ഥനയെ മനസ്സിലായില്ല. ദർശനം മങ്ങിയ ഏലി പുരോഹിതൻ ഹന്നയെ ശാസിച്ചു. നീ എത്രത്തോളം വീഞ്ഞു കുടിച്ചു മത്തയായിരിക്കും തുടങ്ങി മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഹന്നയോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഹന്ന ശാന്തതയോടുകൂടെ, അടിയൻ വ്യസനമുള്ള സ്ത്രീയെന്നും വീഞ്ഞു കുടിച്ചിട്ടില്ലെന്നും തൻ്റെ ഹൃദയവേദന, പ്രാർത്ഥനാ വിഷയം തുടങ്ങി സകല കാര്യവും ഏലി പുരോഹിതനോട് വെളിപ്പെടുത്തി. പഴയ നിയമ പുസ്തകം പരിശോധിച്ചാൽ ഒരുവനെ അഭിഷേകം ചെയ്യണമെങ്കിൽ 30 വയസ്സ് തികഞ്ഞിരിക്കണം. എന്നാൽ സമയം തെറ്റി ഒരുവനെ ദൈവം അഭിഷേകം ചെയ്യുവാൻ തിരഞ്ഞെടുത്തു. വനാന്തരങ്ങളിൽ ആട് മേയിച്ചു കിടന്ന ഭക്തനായ ദാവീദിനെ 17-ാം വയസ്സിൽ അഭിഷേകം വീണ ഭക്തനായ ദാവീദ് അഭിഷേകം പ്രാപിച്ചതു മുതൽ അനേകം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ കടന്നു ചെന്നു. ഭക്തൻ്റെ നേരെ ചാടി വീണത് സിംഹവും കരടിയും ഗോലിയാത്തുമായിരുന്നു. അഭിഷേകം പ്രാപിച്ചവൻ സിംഹത്തിൻ്റെ മുന്നിലും കരടിയുടെ മുന്നിലും ഗോലിയാത്തിൻ്റെ മുന്നിലും ഭയപ്പെടാതെ പിടിച്ചു നിന്നു. നിറവ് പ്രാപിച്ചവൻ പ്രതികൂലങ്ങളിൽ വീഴാതെ നിൽക്കും. പുതിയ നിയമ ഭക്തൻ്റെ പ്രത്യേകത, അഭിഷേകം പ്രാപിപ്പാൻ, നിറവ് പ്രാപിപ്പാൻ പ്രായപരിധിയില്ല എന്നുള്ളതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതേ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ കാലഘട്ടത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ?
താങ്കളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാളുകൾ ദൈവത്തിൻ്റെ ആത്മാവോടുകൂടെ ദൈവിക പദ്ധതിയിലേക്ക് ചലിപ്പാൻ, നിറവ് പ്രാപിച്ച് ക്രിസ്തുവിനായി പ്രയോജനപ്പെടുവാൻ, യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാൻ, കുടുംബത്തും സമൂഹത്തും സഭയിലും രാജ്യങ്ങളിൽ സാക്ഷിയാകുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.